ഹലോ ഹലോ ആ പത്രം എടു. ഒരാളെ വായിക്കുന്നുണ്ടല്ലേ? ഇത് വായനശാലയൊന്നും അല്ല, ഇവിടെ വന്നിരുന്ന് പത്രം വായിക്കാൻ. ഇത് എൻ്റെ അളിയനും ഞാനും കൂടെ വരുത്തുന്ന പത്രം. അളിയൻ വായിച്ച് കഴിഞ്ഞു. ഇതിപ്പോ ഇനി എനിക്ക് വായിക്കാനുള്ള സമയമാണിത്. അതിനാണ് പത്രം ഇവിടെ വെച്ചിരുന്നത്. സമയം വായിക്കാത്ത മന്ത്രിയാ ഞാൻ രാജാവ്, ഇവിടുത്തെ രാജാവാ. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ വായിക്കും. രാവിലെ കോമഡി അടിയല്ലേ, കൂടുതൽ വർത്താനം വേണ്ട. നീ കളിക്കാതെ പത്രം എടുക്കണേ. ഒരാൾ വായിക്കുന്നുണ്ട്, മാനേഴ്സ് കാണിക്കും. പിന്നെ നീ വെറും ഒരു ലൈൻമാനാണ്. ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. ഡേ പോടേന്ന് എന്നെ വിളിച്ച് കളിക്കണ്ട. ഭയങ്കര പൊതുപ്രവർത്തകൻ. ഒന്ന് പോടെ. ഞാൻ കൂടുതൽ വർത്താനം പറ. പത്രം ലൈൻമാൻ എന്താ കുഴപ്പം? ലൈൻമാനുള്ള കുഴപ്പമൊക്കെ കളിക്കാതെ പത്രം എടുക്കാൻ. അത് പിന്നത്തെ കാര്യം. ഇരുട്ടത്ത് കിടക്കണോ വെട്ടത്ത് കിടക്കണോ നമ്മൾ തീരുമാനിച്ചോളാം കേട്ടോ. ഈ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാണ് നിന്റെ പരിപാടി. അതെ കൂടുതൽ വർത്താനം വേണ്ട. ഞാൻ ഇപ്പൊ ചോദിച്ചത് എന്റെ പത്രം ഇങ്ങനെ തരാൻ. നിന്റെ പത്രം നീ പത്രത്തിന്റെ മുതലാളിയാ? ഞാൻ പത്രത്തിന്റെ മുതലാളിയെ തൊഴിലാളി. അത് നീ അറിയേണ്ട കാര്യം. ഇത് എന്റെ വീട്ടിൽ വരുന്ന പത്രം, എന്റെ വീട്ടിൽ കിടക്കണ പത്രം. ഹലോ കൂടുതൽ അങ്ങോട്ട് കയറി കളിക്കണ്ട. ഞങ്ങൾ അളിയന്മാര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാക്കിയാണ് ജീവിക്കുന്നത്. അതിൽ ആവശ്യമില്ല. എന്റെ കൂട്ടുകാരുടെ പത്രമാണ്. ചിലപ്പോ എന്റെ കൂട്ടാന്റെ ഷർട്ട് ഇടും, ഞാൻ അവന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കും, ചിലപ്പോ അവന്റെ വീട്ടിൽ കയറി കിടക്കും. നീ ആരോട് ചോദിക്കാൻ? അത് നീ കൂട്ടുകാരോട് കളിക്കുന്നതാടാ നീ. അറിയാം പത്രം. നീ സംസാരമുണ്ടല്ലോ. ഒരു മണിക്കൂർ വേണ്ട. നീ ഒരു ഫോൺ കോൾ വിളിച്ച് പാലായിൽ അന്വേഷിക്കണം. നീ പാലാന്ന് ടൗൺ ഉണ്ട്, അവിടെ വിളിച്ച് അന്വേഷിക്കും. അടിച്ച് പറഞ്ഞു വിട്ടാ നിന്നെ ഇവിടെ അമ്പത്തിക്കാരോ തോന്നിയാസം കാണിക്കരുത്. കളിക്കുന്നടാ നീ. ഇന്ന് ഉറങ്ങിക്കോ, പക്ഷെ നീ നാളെ ഉറങ്ങൂല കേട്ടാ. ഞാൻ ഉറന്നിരിക്കാം. നീ വന്ന് വീശിത്തായിരിക്കും. നീ എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല കേട്ടാ. കൊണ്ട് തിളക്കാത്ത